ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനെ അങ്ങനെ പഠിച്ചു വരികയായിരുന്നു. അതായത് ബ്രിങ്ഹാം പ്ലാസ്റ്റിക് കഴിഞ്ഞു, സ്യൂഡോപ്ലാസ്റ്റിക് കഴിഞ്ഞു, ഡയലാറ്റിൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈം ഇൻഡിപെൻഡൻറ്റ് കഴിഞ്ഞു, ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കേസിലേക്ക് വരണം. അതായത് തിക്സോട്രോപ്പിക്കും റിയോപെറ്റിക്കും. അപ്പം ഇതിനെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പ് അതിന് മുമ്പായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് പവർ ലോ ഡിഫൈൻ ചെയ്യുന്നത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കേസിലെ മൂന്നെണ്ണത്തിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ ഫസ്റ്റ് തന്നെ പവർ ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പവർ ലോ എന്ന് പറയുന്നത് നമുക്ക് ഷിയർ സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് ടോ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു du/dy/n+b എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്. ഇതിൽ എയും ബിയും കോൺസ്റ്റൻസ് ആണ്. എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, നമുക്ക് y ഈക്വൽ ടു mx+c, അതായത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ സെയിം ഒരു പാറ്റേണുള്ള ഇക്വേഷനാണ്. അപ്പം നമുക്കിത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ അത് എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് കേസ് ബ്രിങ്ഹാം പ്ലാസ്റ്റിക് കൺസിഡർ ചെയ്യാം. ബ്രിങ്ഹാം പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? ഗ്രാഫ് വരുന്നതെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ അത് സോൾഡ് ആയിരിക്കും, പിന്നെ അതിന് ശേഷം ഫ്ലൂയിഡായി മാറും. അപ്പം സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അപ്പം ബ്രിങ്ഹാം പ്ലാസ്റ്റിക്കിൽ ഇതിൻ്റെ ലെന്നിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തത് സ്യൂഡോ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്? ഇത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണെങ്കിൽ സ്യൂഡോ പ്ലാസ്റ്റിക്, അതായത് നമ്മൾ ഷിയർ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞു വരികയാണ്. അതിന് സ്യൂഡോ പ്ലാസ്റ്റിക്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് നോക്കിയാൽ മതി. അപ്പം ഈ എന്നിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, അതായത് n<1. ഇത് കഴിഞ്ഞ് ഇപ്പോൾ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ ഡൈലാറ്റൻ്റ്. ഡൈലാറ്റൻ ഫ്ലൂയിഡ്സിൽ എന്നിൻ്റെ വാല്യൂ >1 ആയിരിക്കും. അതായത് നമ്മളെ ഗ്രാഫ് കൂടി വരുന്ന ഗ്രാഫ്, അതായത് x² ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്, അതുപോലെ ആലോചിച്ചാൽ മതി. അപ്പം ഇത് ഡൈലാറ്റൻ്റ്, ഇത് സ്യൂഡോ, ഇത് ബ്രിങ്ഹാം. ഓക്കെ, ഇതാണ് മൂന്നെണ്ണം വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു കമ്പാരിസൺ പവർ ലോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ടൈം ഡിപ്പെൻഡൻ്റ് കേസിലേക്ക് പോകാം. ടൈം ഡിപ്പെൻഡൻ്റ് പറഞ്ഞാൽ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ടൈം അതിനൊരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ടൈം ഡിപ്പെൻഡൻ്റ് കേസിൽ ഡിപ്പെൻഡൻ്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്, അതായത് വിത്ത് റെസ്പെക്ട് ടു ടൈം. നേരത്തെ പഠിച്ച കേസിൽ നമ്മൾ പഠിച്ചു μA ഈക്വൽ ടു τ/du/dy. ഈ മ്യൂവിൻ്റെ വേരിയേഷൻ ഒന്നെങ്കിൽ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്നൊരു ചേഞ്ചാണ് ആ മ്യൂയിലുണ്ട്, അതായത് അപ്പാരൻറ്റ് വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ടൈം ഡിപ്പെൻഡൻറ്റ് കേസിൽ വരുമ്പം ഇത് രണ്ടെണ്ണം ഇത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാം. അതായത് നമ്മുടെ ഷിയർ സ്ട്രെസ്സും വെലോസിറ്റി ഗ്രേഡിയൻറ്റും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ പോലും ആസ് ടൈം ഇൻക്രീസസ് മ്യൂ ചേഞ്ച് ചെയ്യും. അതായത് അപ്പാരൻറ്റ് വിസ്കോസിറ്റി ടൈം കൂടുന്നതിനനുസരിച്ച് അപ്പാരൻറ്റ് വിസ്കോസിറ്റി കൂടുകയോ കുറയുകയോ ചെയ്യും. ഇതിനെയാണ് ടൈം ഡിപ്പെൻഡൻറ്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് തിക്സോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ മ്യൂയെ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. അപ്പം ആസ് ടൈം ഇൻക്രീസസ് മ്യൂയെ ഡിക്രീസസ് ആണെങ്കിൽ അത് തിക്സോട്രോപ്പിക്. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ
ഗ്രാഫ് വരച്ചു. അപ്പം ഇത് മ്യൂ വേഴ്സസ് ടൈം ഗ്രാഫ്, അതായത് അപ്പാരൻറ്റ് വിസ്കോസിറ്റി വേഴ്സസ് ടൈം. അപ്പം നമ്മുടെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിനും അതായത് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സും രണ്ടും മ്യൂയെ ചേഞ്ച് ചെയ്യില്ല വിത്ത് റെസ്പെക്ട് ടൈം. അത് വിത്ത് റെസ്പെക്ട് ടൈം ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഇത് ഈ ഒരു ലൈൻ, അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ അത് ചേഞ്ച് ചെയ്യാത്ത ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിപ്പം ഒരു വാല്യൂ 0.3 ആണെങ്കിൽ ആ 0.3 തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ടൈമിനനുസരിച്ച് ചെയ്യുന്നില്ല. ബട്ട് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിൽ ടൈം ഇൻഡിപെൻഡൻ്റ് കേസിൽ അതിൽ ഫ്ലോ കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്നത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്, പിന്നെ ടൈം ഇൻഡിപെൻഡൻറ്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. അപ്പം ഈ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആയിട്ട് ബ്രിങ്ഹാം പ്ലാസ്റ്റിക് വരും, സ്യൂഡോ പ്ലാസ്റ്റിക് വരും, ഡൈലാറ്റൻ്റ് വരും. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ ഇതാണ്. പിന്നെ തിക്സോട്രോപ്പിക്കിലേക്ക് വരുമ്പോൾ ആസ് ടൈം ഇൻക്രീസസ് മ്യൂയെ ഡിക്രീസസ്, അതായത് ടൈം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മ്യൂയെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ മ്യൂയെ കുറഞ്ഞു വരും. അപ്പം ഇതിനെ തിക്സോട്രോപ്പിക് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് കേസ് അടുത്ത റയോപറ്റിക്. Rheopatic. As time increases, mu decreases. അപ്പം സോറി mu increases. ഓക്കെ, ആസ് ടൈം ഇൻക്രീസസ് mu increases, അതായത് അപ്പാരൻറ്റ് വിസ്കോസിറ്റി ടൈമിനനുസരിച്ച് കൂടി വരുന്ന റിയോപറ്റിക് എന്ന് പറയും. അപ്പം അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. അണ്ടർസ്റ്റുഡ്? അപ്പം ഇത്രയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പഠിച്ചൊരു ഗ്രാഫ് നമ്മുടെ ഇത് ടോ വേഴ്സസ് du/dy. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇത് ബ്രിങ്ഹാം പ്ലാസ്റ്റിക്, ഇത് സ്യൂഡോ പ്ലാസ്റ്റിക്, ഇത് ഡൈലാറ്റൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് ശരിക്കും പഠിച്ചോ, കാരണം ഇത് എക്സാമിന് കാര്യത്തിന് ചോദിക്കുന്നതാണ്. അപ്പം ഗേറ്റ് എക്സാമിനൊക്കെ റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിലേതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ലൈൻസ് ഏതാണെന്നൊക്കെ. ബ്രിങ്ഹാം പ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ ഇത് വരികയാണ്. പിന്നെ ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യം കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ ഒരു ലൈനിൻ്റെ മുകളിലുള്ള സ്യൂഡോ ഇതിനെ ഷിയർ തിന്നിങ് എന്ന് പറയും. ഇത് ഷിയർ തിക്കനിങ്. ഓക്കെ, ഈ വിസ്കോസിറ്റി ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞിട്ട് കുറഞ്ഞു വരുന്നതിനെ ഷിയർ തിന്നിങ്, വിസ്കോസിറ്റി പർട്ടിക്കുലർ ഹൈറ്റ് കൂടി വരുന്നതിനെ ഷിയർ തിക്കനിങ് എന്ന് പറയും. അത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി, സിമ്പിളാണ് കാര്യങ്ങൾ. കൂടുതലൊന്നും ചിന്തിച്ച് കൂടുതൽ കൂട്ടേണ്ട. പവർ ലോയും കാര്യങ്ങളൊക്കെ രണ്ട് അഡീഷണൽ വരുന്ന കാര്യങ്ങളാണ്. അന്ന് എക്സാമിന് അധികം ചോദിക്കാറില്ല. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ ടൈം ഡിപ്പെൻഡിൻ്റെ കേസ് വരുമ്പോൾ താഴ്ന്നു വരുന്നത്, അതായത് വിസ്കോസിറ്റി കുറയുന്നത്, ടൈമിനനുസരിച്ച് വിസ്കോസിറ്റി കുറയുന്നതിനെ തിക്സോട്രോപ്പിക് എന്നും ടൈമിനനുസരിച്ച് വിസ്കോസിറ്റി കൂടുന്നതിനെ റിയോപറ്റിക് എന്നും പറയുന്നു. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷനും ക്യാപ്പിലാരിറ്റി, പിന്നെ അതിനകത്ത് കുറച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ പഠിക്കാം. ഓക്കെ, ബൈ.